കലാസ്നേഹികളെ, ഞങ്ങൾ ശശി സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഫാന്റാസ്റ്റിക്. അരെ വാ. തീരെ പ്രതീക്ഷിച്ചില്ല. അവസാനിച്ചിട്ടില്ല. ശശി നമ്മുടെ പാകിസ്ഥാൻ ബാറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഷമ്മി ബോളമ്മ എടുത്തോണ്ട് ഓടുകയാണ്. ഒരു പ്രണയം മണക്കുന്നില്ലേ സുഹൃത്തുക്കളെ? പെട്ടെന്ന് ആ സ്ക്രീനിൽ ഷീന ചേച്ചി ഒരു ഹഗ് വേണം. സൂപ്പർ അമ്മയും മകളും. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സൂപ്പർ അമ്മയും മകളും. ആൻഡ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ സൂപ്പർ ജഡ്ജിനെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ശ്വേത മേനോൻ. അപ്പം ശ്വേതാജി, നമ്മൾ സെമി ഫൈനൽ റൗണ്ട് ഇങ്ങനെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസും ഇങ്ങനെ ഗംഭീര പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ആർക്കൊക്കെയാണ് സമ്മാനങ്ങൾ എന്നുള്ളത് അവര് ഒരു വിധം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാണ്, നമ്മുടെ വിജയിയെ തേടി എത്തുന്നത് പറക്കാട് ജ്വല്ലേഴ്സിന്റെ 3 ലക്ഷം രൂപ സമ്മാനമാണ്. രണ്ടാം സമ്മാനം ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ സമ്മാനം. മൂന്നാം സമ്മാനം കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ. ആൻഡ് ശ്വേത മേനോൻ എന്ന് പറയുന്ന ആ സ്നേഹനിധിയായ വ്യക്തിത്വത്തിന്റെ സ്നേഹം മുഴുവനും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം അല്ലെ? ഈ എപ്പിസോഡിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു വെറൈറ്റി പെർഫോമൻസുമായിട്ട് നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കാൻ എത്തുന്നു ഷീന ആൻഡ് ശൈത്യ. എന്ത് ഭംഗിയാണ് കാണാൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഇന്നൊരു ഹാസ്യ കഥാപ്രസംഗമാണ്. ഓഹോ, ഹാസ്യ കഥാപ്രസംഗം. അത് അവരുടെ സ്ട്രെങ്ത് തന്നെയാണ്. കറക്റ്റ് ചോയ്സ്. അപ്പോ ഇനി നിങ്ങളുടെ ഹാസ്യ കഥാപ്രസംഗത്തിനുള്ള സമയമാണ്. സോ അടിപൊളിയായിട്ട് ചെയ്യാം. നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. യെസ്. സൂപ്പർ അമ്മയും മകളും. സ്റ്റാറ്റുട്ടറി വാണിംഗ്. നിയമപരമായ മുന്നറിയിപ്പ്. ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയോ തികച്ചും സാങ്കല്പികം മാത്രം. കഥയിൽ ചോദ്യമില്ല. പിന്നെ ഈ നിൽക്കുന്ന ചാർമിനാർ തലറങ്ങി താഴെ വീണ ഞാൻ ഉത്തരവാദിയുമല്ല. മാന്യ സദസ്സിന് വന്ദനം. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞങ്ങൾ ശശി സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല കലാസ്നേഹികളെ. അയ്യോ പോലെ പോലെ ഇവിടെ അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ തന്നെയാണ്. പിന്നെ എവിടെയാണത്? അതെ, ഈ കഥ നടക്കുന്നത് ഇങ്ങ് ഭാരതത്തിലാണ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞങ്ങളുടെ കഥ തുടരുകയാണ്. ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു ഇന്ത്യൻ പ്രണയ കഥ. അതെ, ഈ കഥ നടക്കുന്നത് ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അതെ, ഇന്ന് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? എന്താണ് നടക്കാൻ പോകുന്നത്? എന്താണ് നടക്കാൻ പോകുന്നത്? എന്താണ് നടക്കാൻ പോകുന്നത്? കഥ പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ ഞങ്ങൾക്ക് അറിയാവോ? അല്ല, ഇന്ന് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്രിക്കറ്റ് മാച്ച്. എന്റെ പൊന്ന് കാലേശോ, ഒന്ന് വിസിലടി. ഇവിടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. അതെ, ഇന്ന് ആ സ്റ്റേഡിയത്തിൽ കളിക്കാത്ത കളിക്കാരില്ല, വരാത്ത രാജ്യങ്ങളുമില്ല. ശ്രീലങ്കയും പിന്നെ കേരളവും. ഇന്ന് പാകിസ്ഥാനാ, പണ്ട് ന്യൂസിലൻഡാ, പിന്നെ ഇംഗ്ലണ്ടും പോളണ്ടും ശ്രീലങ്കയും പിന്നെ കേരളവും. പ്രിയമുള്ള കലാസ്നേഹികളെ, നമ്മുടെ കഥ തുടങ്ങിയിരിക്കുന്നു. ടോസ് കിട്ടിയ പാകിസ്ഥാന്റെ ബാറ്റിംഗിന് ഇറങ്ങി കഴിഞ്ഞു. ബോളിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞു. അതാ അങ്ങോട്ട് നോക്കൂ. പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങോട്ട് നോക്കൂ. അതാരാ നടന്നു വരുന്നത്? അതെ, ഒരു വെള്ളത്തൊപ്പി വെച്ച ഒരു മധ്യവയസ്കൻ ദാ അതുവഴി നടന്നു വരുന്നത് കണ്ടില്ലേ സുഹൃത്തുക്കളെ? അതെ, ആ വെള്ളത്തൊപ്പി വെച്ച് വരുന്ന അദ്ദേഹം ആരാണ്? 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 അതാണ് നമ്മുടെ കഥാനായികയുടെ അച്ഛനായ അമ്പയർ.
അതെ, നമ്മുടെ അമ്പയറച്ചൻ ഇങ്ങനെ മന്നം ആ മൈതാനത്തൂടെ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല മനോഹരമായ ഒരു പെട്ടി ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള ഒരു പെട്ടി. അദ്ദേഹം ആ പെട്ടി തുറന്നിട്ട് എന്തുള്ള പെട്ടിയാന്നാ പറഞ്ഞത്? നല്ല ആംബിയൻസ് ഉള്ള ഈ പെട്ടി. വാക്ക് എവിടെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അതെ, അദ്ദേഹം ആ പെട്ടി തുറന്നിട്ട് നമ്മുടെ സുന്ദരിയായ കഥാനായികയെ പുറത്തെടുത്തു. ആരാണ് ആ സുന്ദരി? ആരാണ് ആ സുന്ദരി? അതാണ് നമ്മുടെ നായികയായ ബോളമ്മ. അതെ, നമ്മുടെ ബോളമ്മയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചാൽ ചാടി നടക്കും, പിന്നെ ബൗണ്ടറി കടന്ന് പിച്ചിൽ ചാടി നടക്കും, പിച്ചിൽ ചാടി നടക്കും. ബോള ബോള ഇവളുരുണ്ടൊരു ബോള പിച്ചിൽ ചാടി നടക്കും, സിക്സും ഫോറും പിന്നെ ബൗണ്ടറി കടന്ന് പിച്ചിൽ ചാടി നടക്കും, പിച്ചിൽ ചാടി നടക്കും. അതെ പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ നമ്മുടെ അമ്പയർ എന്ത് ചെയ്തു? അതെ, നമ്മുടെ അമ്പയർ നമ്മുടെ കളിക്കാരനായ ഷമ്മിയുടെ കൈകളിലേക്ക് ആ ബോൾ വലിച്ചെറിഞ്ഞു കൊടുത്തു. ഷമ്മി ഹീറോ ആണ്, ഹീറോ. ഷമ്മിയുടെ കൈകളിൽ കിട്ടിയ ആ ബോളമ്മേനെ ഷമ്മി ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവളുടെ മനോഹരമായ ആ മുഖത്തേക്ക് നോക്കി ഒരൊറ്റ തുപ്പ്. ഫു! എന്നിട്ട് പാന്റിന്റെ സൈഡിലും അവിടെ ഇവിടെ എല്ലായിടത്തും 4-5 ചോര. പാവം ബോളമ്മ, നമ്മുടെ ബോളമ്മ മനസ്സിലോർത്തു, ഇത്രയും കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഈ ദുഷ്ടന്മാരുടെ സ്ത്രീ പീഡം അവസാനിച്ചിട്ടില്ലയോ ദൈവങ്ങളെ? ദൈവങ്ങളെ, അതെ. അതെ പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ ഒട്ടും താമസിച്ചില്ല. നമ്മുടെ പാകിസ്ഥാൻ ബാറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഷമ്മി ബോളമ്മയെ എടുത്തോണ്ട് ഓടുകയാണ്, ഓടുകയാണ്, ഓടുകയാണ്. എന്നിട്ട് എറിഞ്ഞോ? എറിഞ്ഞില്ല. കാരണം എന്താ? നമ്മുടെ ബാറ്റേട്ടൻ ബോളമ്മയെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. എവിടെയോ ഒരു പ്രണയം മണക്കുന്നില്ലേ സുഹൃത്തുക്കളെ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, പിന്നെ ഒട്ടും താമസിച്ചില്ല. വീണ്ടും നമ്മുടെ ഷമ്മി ബോളമ്മയെ എടുത്തോണ്ട് ഓടുകയാണ്, ഓടുകയാണ്, ഓടുകയാണ്. എന്നിട്ട് ഒറ്റയേറ്. എന്താ അവിടെ? സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നു. സംഭവിച്ചു. എന്താ അറിയാവാ? ആ ബോൾ വൈഡായി പോയി അല്ലേ? പാവം നമ്മുടെ ബാറ്റേട്ടൻ ചിന്തിച്ചു, എന്റെ പെണ്ണിനെ ഒന്ന് തൊടാൻ പോലും കിട്ടിയില്ലല്ലോ. ഈ സമയം നമ്മൾ അമ്പയർ എന്തോ എടുക്കുമായിരുന്നു. അതെ, അതെ, നമ്മുടെ അമ്പയർ വേഗം തന്നെ മോളമ്മയ്ക്ക് ഒരു പിച്ച് കൊടുത്തു. അമ്പയർ നിൽക്കുന്നു, ആ കരുണയില്ലാത്തവൻ കോഴകൾ വാങ്ങാൻ കൈകൾ നീട്ടുന്നു. പിച്ചിലും ഗ്രൗണ്ടിലും സ്റ്റമ്പിന്റെ പുറകിലും അമ്പയർ നിൽക്കുന്നു, ആ കരുണയില്ലാത്തവൻ കോഴകൾ വാങ്ങാൻ കൈകൾ നീട്ടുന്നു. പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ നമ്മുടെ അമ്പയർ എന്ത് ചെയ്തു? ആ ബോളമ്മേനെ പല പല ക്രിക്കറ്റുകാരുടെ കൈകളിലൊക്കെ എറിഞ്ഞിട്ട്, അതെ, പല പല കളിക്കാരുടെ കൈകളിൽ കൂടി ആ ബോളമ്മ ഏറുകൊണ്ട് അവളുടെ തല പൊട്ടി. സുഹൃത്തുക്കളെ, അവള് ചെന്നിട്ട് നമ്മുടെ ബാറ്റിനോട് പറഞ്ഞു, മാറ്റേട്ടാ, മാറ്റേട്ടാ, കണ്ടില്ലേ എന്റെ തല പൊട്ടിയിരിക്കുന്നത്? അയ്യോ കണ്ടില്ലേ? വല്ല ഫുട്ബോളായിട്ടും ജനിച്ചാ മതിയായിരുന്നു ബാറ്റേട്ടാ. അതെന്താ? അതാണെങ്കിൽ കണ്ടോന്റെ തൊഴി കൊണ്ടാ മതിയായിരുന്നല്ലോ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഈ സമയം നമ്മുടെ ബോളമ്മ ബാറ്റേറ്റിനോട് ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. മാറ്റേട്ടാ, മാറ്റേട്ടാ, ഓ ഏട്ടായി, ഓ എനിക്ക് ഏട്ടായിയെ ഭയങ്കര ഇഷ്ടായിട്ടായി. ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു. ഐ ലവ് യു. ഇത് കേട്ട് ബാറ്റേട്ടൻ ഞെട്ടി. ബാറ്റേട്ടൻ പറഞ്ഞു, ബോളമ്മേ, നീ എന്തോ പറയുന്നത്? നീ ഒരു ഇന്ത്യൻ ബോളും ഞാനൊരു പാകിസ്ഥാൻ ബാറ്റുമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ശാശ്വതമാവത്തില്ല. അപ്പൊ നമ്മൾ തമ്മിൽ ബന്ധുക്കളാകില്ലേ ബാറ്റേട്ടാ? ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയുമ്പോൾ മകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയുമ്പോൾ മകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്. അതേ പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ നമ്മുടെ ബാറ്റേട്ടനും ബോളമ്മയും ലിവിങ് ടുഗദർ ആയിരിക്കുന്നു. ഇതിന്റെ സന്തോഷത്തിൽ നമ്മുടെ ബോളമ്മ ഓടിപ്പോയി റെസ്റ്റ് റൂമിൽ കയറി കഥകടിച്ച് കുറ്റിയിട്ടു. ഡും ആരോ കഥകിന് മുട്ടി. ഞാനൊന്ന് ഞെട്ടി, വീണ്ടും മുട്ടി. ആരാ ആരാ? ഡും ആരോ കഥകിന് മുട്ടി. ഞാനൊന്ന് ഞെട്ടി, വീണ്ടും മുട്ടി. ആരാ ആരാ?
ആരായിരുന്നു അത്? അതെ, ബോളമ്മ വേഗം ചെന്നിട്ട് കഥകിന് കുറ്റിയെടുത്തു. അവളിങ്ങനെ നോക്കി. പക്ഷേ അല്ല, തന്റെ ബാറ്റേട്ടനല്ല, തന്റെ ബാറ്റേട്ടനല്ല നിൽക്കുന്നത്. പിന്നെ ആരായിരുന്നു അത്? ത്രിമൂർത്തികൾ, സ്റ്റമ്പുകൾ. അതെ, സ്റ്റമ്പുകൾ നമ്മുടെ ബോളമ്മയെ നോക്കി പറഞ്ഞു, ഇത് വാടി പെണ്ണേ, ഡി ബോളമ്മേ, നീ അവിടെ ബാറ്റുമായിട്ട് കൊഞ്ചിക്കൊഴി നിൽക്ക് നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. സ്റ്റമ്പുകളാണെങ്കിലും നമ്മളെയൊക്കെ വേണേ പ്രേമിക്കാം. ഈ ബോളമ്മേ, നിനക്ക് ഞങ്ങളുടെ സ്വഭാവം അറിയത്തില്ല. ഇത് കേട്ട് ഓടിച്ചെന്ന് ബോളമ്മ ബാറ്റേട്ടനോട് പറഞ്ഞു, ബാറ്റേട്ടാ, ബാറ്റേട്ടാ, ഇവന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായി ബാറ്റേട്ടാ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഇത് കേട്ട് നമ്മുടെ ബാറ്റേട്ടൻ പറഞ്ഞു, ബോളൂസേ, ബോളമ്മേ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഇന്നത്തെ ഈ മാച്ച് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ എന്റെ നാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ലേ? മാച്ച് ഒന്ന് കഴിയുമ്പോൾ മാരേജ് ചെയ്യും ഞാൻ, കൊണ്ടുപോകും നിന്നെ ഞാൻ നാട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്. മാച്ച് ഒന്ന് കഴിയുമ്പോൾ മാരേജ് ചെയ്യും ഞാൻ, കൊണ്ടുപോകും നിന്നെ ഞാൻ നാട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്. ശത്രുക്കളായ രാജ്യം മിത്രങ്ങളായിടണം, ശത്രുക്കളായ രാജ്യം മിത്രങ്ങളായിടണം, ഒന്നായ രാജ്യം പണ്ട് രണ്ടായതാ. പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ 2023 വേൾഡ് കപ്പിൽ നമ്മുടെ പാകിസ്ഥാൻ തോറ്റിരിക്കുന്നു. നമ്മുടെ ബാറ്റേട്ടൻ ബോളമ്മേനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒരൊറ്റ പോക്ക്. പാവം ബോളമ്മ എല്ലാ ഗ്രൗണ്ടിലും എല്ലാ മാച്ച് നടക്കുമ്പോഴും നമ്മുടെ ബാറ്റേട്ടനെ തേടി അലഞ്ഞു. പക്ഷെ എവിടെയും നമ്മുടെ ബാറ്റേട്ടനെ അവള് കണ്ടുമുട്ടിയില്ല. പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ അവസാനം 2023 വേൾഡ് കപ്പ് മാച്ച് ഫൈനലിന്റെ അന്ന് എന്ത് സംഭവിച്ചു? അങ്ങോട്ട് നോക്കൂ, എല്ലാരും നോക്കൂ, അങ്ങോട്ട് നോക്കൂ. അതാ ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ നിന്ന് ആരാണത്? പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങോട്ട് നോക്കൂ, നമ്മുടെ ബോളമ്മയല്ലേ ഛർദ്ദിക്കുന്നത്? അതെ, നമ്മുടെ ബോളമ്മ ഛർദ്ദിക്കുന്നു. അതെ, ആ ഛർദിലില്ല ഡൗട്ട് തോന്നിയ നമ്മുടെ അമ്പയറച്ചൻ ദാ ഇത് കാണിച്ചു. റിവ്യൂ പെട്ടെന്ന് ആ സ്ക്രീനിൽ നമ്മുടെ ബോളമ്മയുടെ സ്കാനിംഗ് റിപ്പോർട്ട് തെളിഞ്ഞു. സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കൂ, സുഹൃത്തുക്കളെ, ശ്വേതാജി അങ്ങോട്ട് നോക്കൂ, ശ്വേതാജി, ദാ സ്കാനിംഗ് റിപ്പോർട്ട് ഇപ്പം വരും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ബോളമ്മ പ്രഗ്നന്റ് ആണ്, പോസിറ്റീവ് ആയിരിക്കുന്നു. അയ്യോ എന്റെ ദൈവങ്ങളെ, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു ദൈവങ്ങളെ. ഞാനിനി എന്ത് ചെയ്യും? എന്റെ കുഞ്ഞിന് അച്ഛനില്ലാണ്ടായി പോയല്ലോ. ഞാനിനി എന്ത് ചെയ്യും? അതെ പ്രിയമുള്ള കലാസ്നേഹികളെ, അങ്ങനെ ആ വിദൂരതയിൽ നിന്ന് ഒരാൾ കടന്നു വരുന്നു ഇത് കണ്ടോണ്ട്. അതെ, അതാരാണ്? ഒരു വെള്ളക്കാരനാണല്ലോ വരുന്നത്. അതെ, ആരാ അത്? അതെ പ്രിയമുള്ള കലാസ്നേഹികളെ, അതാ നമ്മുടെ ഓസ്ട്രേലിയൻ ബാറ്റ് കടന്നു വരുന്നു. നമ്മുടെ ഓസ്ട്രേലിയൻ ബാറ്റ് നമ്മുടെ ബോളമ്മയോട് ചോദിച്ചു, ബോളമ്മേ, പൊന്നെ, കുട്ടേ, മുത്തേ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നിന്നെ കെട്ടിക്കോളാം, ഐ ലവ് യു. ഏട്ടാ, ഞാൻ 5 മാസം 5 15 അല്ലേ? 15 മാസമോ? അതെ ഏട്ടാ, ഞാൻ 15 മാസം ഗർഭിണിയാണ്. അല്ല, ഞാൻ 5 മാസം ഗർഭിണിയാണ്. സാരമില്ല മോളൂസേ, നിന്റെ കൊച്ചിന്റെ അച്ഛനായിക്കോളാം ഞാൻ, എനിക്കതൊന്നൊരു വിഷയമല്ല. എന്നെ സ്വീകരിക്കുമോ ഏട്ടാ? പിന്നല്ലാണ്ട്. ഈ സമയം നമ്മുടെ ബാറ്റേട്ടൻ പറഞ്ഞു, ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ബാറ്റേട്ടാ ഡിമാൻഡ്? ഇന്നത്തെ മാച്ചിൽ നീ ഇന്ത്യനെ തോപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇല്ല, ഒരിക്കലും നടക്കില്ല. ഞാൻ എന്റെ രാജ്യത്തെ തോപ്പിക്കില്ല. ഞാൻ എന്റെ ഇന്ത്യയെ തോപ്പിക്കില്ല. പറയല്ലേ, എനിക്കിങ്ങനെ ഒരു സ്റ്റെപ്പ് ഫാദർ വേണ്ട. സ്റ്റെപ്പ് ഫാദർ വേണ്ടെന്നോ? എനിക്ക് വേണ്ട. അവൾ ഓടി. ഗ്യാലറിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അവളൊന്ന് തിരിഞ്ഞു നോക്കി. ആ ഫ്ലൈങ് കിസ് മേടിച്ച് അവള് കാറ്റി പറത്ത് കളഞ്ഞു സുഹൃത്തുക്കളെ. എന്നിട്ട് ആ ഗ്യാലറിയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടി ആ ഗ്രൗണ്ടിലേക്ക്. അതെന്താ? ഒരു പഞ്ചിന് പറഞ്ഞ അതൊന്ന് പിച്ചിപ്പാട്.
അതേ പ്രിയമുള്ള കലാസ്നേഹികളെ, ആ വീഴ്ചയിൽ നമ്മുടെ ബോളമ്മയുടെ ബോധം പോയിരിക്കുന്നു. പ്രിയ കലാസ്നേഹികളെ, ഇന്നും ആ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മൂലയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ബോളമ്മയുടെ 4-5 കുട്ടിയോൾസിന്. അതെ സുഹൃത്തുക്കളെ, അവിടെ പോയിട്ട് ഒന്ന് കാതോർത്ത് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്രൗണ്ടിൽ പോയി ഒന്ന് കാതോർത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നിന്ന് ഒരു പാട്ടിന്റെ ഈരടികൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മാറ്റുന്നു കഴിയുമ്പോൾ മാരേജ് ചെയ്യും ഞാൻ, കൊണ്ടുപോകും നിന്നെ ഞാൻ നാട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്. മാറ്റുന്നു കഴിയുമ്പോൾ മാരേജ് ചെയ്യും ഞാൻ, കൊണ്ടുപോകും നിന്നെ ഞാൻ നാട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്. നന്ദി, നമസ്കാരം. അങ്ങോട്ടല്ല, ഇങ്ങോട്ടോ. നമസ്കാരം, നമസ്കാരം. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. ശൈശി സിസ്റ്റേഴ്സിന്റെ കഥാപ്രസംഗം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ കുറേ ചിരിച്ചു. എനിക്കധികം നിങ്ങളുടെ ഓരോ കണക്ഷൻ കേൾക്കുമ്പോഴൊക്കെ ആ ഒരു വിഷ്വലൊക്കെ വന്നിട്ടേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് നിങ്ങളെല്ലാവരും കൂടെ നന്നായി സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ശ്വേതാജി, ശൈശി സിസ്റ്റേഴ്സ്, എനിക്ക് ആ ശൈശി സിസ്റ്റേഴ്സ് തന്നെ ഇഷ്ടപ്പെട്ടു. അതന്നെ കുറച്ച് പറയണമെങ്കിൽ കുറച്ച് മറ്റേ രാവിലെ തന്നെ പല്ലിച്ച് നാവ് അടിക്കണം. ശൈശി സിസ്റ്റേഴ്സ്. എന്തായാലും ഷീന ചേച്ചി, സർപ്രൈസ് പാക്കേജ് ആയിരുന്നു നിങ്ങൾ. താങ്ക് യു. സൂപ്പർബായി ചെയ്തിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ശൈത്യനെ ഞാൻ അതൊന്നും അത്ര നോട്ടീസ് ചെയ്തിട്ടില്ല. ശൈത്യ ഒബ്വിയസ്ലി നന്നായി ചെയ്യും എന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എപ്പോഴും. പക്ഷേ യു ഡിഡ് ഫാൻറ്റാസ്റ്റിക്. ഇമോഷൻ ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താ പറയുക, കഥാപ്രസംഗത്തിൻ്റെ ആ നമ്മൾ ആക്ച്വലി 2023 നവംബർ 19 വീണ്ടും ജീവിച്ചു. ആ വേൾഡ് കപ്പിൻ്റെ ഫിനാലെ മനോജ് ചേട്ടനാണോ ഇത് പഠിപ്പിച്ചു കൊടുത്തത്? അതെ, മനോജ് ചേട്ടനും മധുചേട്ടനും, ഇവര് ചേട്ടനും അറിയാം. തന്നെയാണ്. മധുചേട്ടനാണ്, മധുചേട്ടന്റെ കഥയാണിത്. അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. സൂപ്പർ. ഷീനിയും ശൈത്യയും സൂപ്പർബായി പെർഫോം ചെയ്തു. വെരി ഗുഡ് സർപ്രൈസ്. തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും നേരം വരെ നിങ്ങളൊരു കഥാപ്രസംഗം ഷീന ചേച്ചി പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അയച്ചു ചിലപ്പോൾ ഷീന ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ശൈത്യ മെയിൻ കാര്യങ്ങൾ പറയണ്ടാവും. പക്ഷെ ഷീന ചേച്ചി സൂപ്പർ. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനോജ് ചേട്ടനും മധുചേട്ടനും എന്താ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരു പരിചയമുള്ളത്. അവരുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഇവിടെ പറഞ്ഞു. നമ്മൾ മലയാളികൾക്ക് പ്രിയങ്കരനായ, ഇങ്ങോട്ട് വരും, മുമ്പിലേക്ക് വരും, പ്രിയങ്കരനായ ഒരു കലാകാരനാണ് മനോജ് പുന്നപ്പറ ആൻഡ് മധു പുന്നപ്പറ. ഞാൻ എല്ലാവരും വരും. നമ്മൾ പറയുന്ന വെച്ചാല് എൻ്റെ അച്ഛനും അമ്മയെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ കാണപ്പെട്ട ദൈവം അച്ഛനമ്മയാണ്. അപ്പം പണ്ടൊരു നമ്മളൊരു ചാനലിൽ വെച്ചാണ് കുഞ്ഞായിരിക്കുമ്പോഴാണ് ശൈത്യമോളെ കാണുന്നത്. ഈ കേരളത്തിൽ കലാകാരന്മാരുടെ കൂട്ടത്തിൽ 12 വർഷം ഒരു കിഡ്നി ഫെയിലായിട്ട് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗിയിൽ കിടന്നത് ഞങ്ങൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രോഗ്രാം പോവുക, ഷൂട്ടിന് പോവുക. അപ്പം ഞങ്ങൾ പോലും അറിയാതെ ഈ സന്തുവും ശൈത്യയുടെ അമ്മ ഷീനയും കൂടെ അച്ഛനെ കാണാൻ വണ്ടാനം മെഡിക്കോളിൽ ചെന്നു. അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ശൈത്യയുടെ അച്ഛനും അമ്മയും വന്നായിരുന്നു പറഞ്ഞു. ഇവർക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു അയ്യോ സന്തോഷം, നമുക്കൊരു സന്തോഷമല്ലേ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞ മോനെ അച്ഛനെ കിടക്കയെന്ന് പൊക്കിയപ്പോഴേ തലേൻ്റെ അടിയിൽ ഒരു കവർ ഇരിക്കുന്നു. നോക്കിയപ്പം ഞങ്ങൾക്കത് അന്ന് 10 കോടി രൂപയുടെ പവറുള്ള ഒരു ബെനിഫിറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളല്ലേ അവർ വന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾ പുന്നപ്പുറം മധു മനോജ് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം ഇവരുടെ കൂടെ ഓർക്കസ്ട്ര വായിക്കുമ്പം എന്ത് നമ്മുടെ ജോലിയാണിത്. പിന്നെ ഇവിടെ ഹാർമോണിയം വായിച്ചത് ഷൺമുഖൻ എന്ന് പറയുന്ന പാരായണം ഭാഗവതമൊക്കെ വായിക്കുന്നതാണ്. ഇതെന്റെ ചേട്ടന്റെ ഇളയ മകനാണ് മഹേശ്വർ. സൂപ്പർ അമ്മയും മകളും. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം.
കെട്ടുസ്നേഹിതരെ ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ നിങ്ങോട്ട് പോകുമ്പോ കുട്ടിത്തത്ത കിളി പോലെ രകുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ചാടി ജനം വരും വെട്ടുന്നേ. ആരാലും തോരത്തിന് ചുറ്റും കാണുവാൻ ആരാലും കഴിയുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടവൾ ചായക്കടയിൽ കേറുന്നേ. ചായ കുടിക്കുന്നു, ദാഹം നിർത്തുന്നു, ദൂരെ കിഴക്കോട്ട് നോക്കുന്നേ. മനോജേട്ടാ, മറ്റേ ഒരു ഷോയില് നമ്മൾ കണ്ടപ്പോ നിങ്ങളെ കുറെ ആൾക്കാരെ എല്ലാം കളിയാക്കി. നിങ്ങളല്ല, ആക്ച്വലി ഏട്ടനാണ് ചെയ്തത്. ഞാനിവിടെ വിചാരിച്ചു എന്നെയും സ്വാസുവിന്റെയും പറ്റിയൊക്കെ നമ്മുടെ കണ്ടസ്റ്റന്റിനെ പറ്റി എന്തൊക്കെയോ പറയും എന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ ഈ പെർഫോമൻസിലും ശ്വേതാജിയുടെ ആംബിയൻസ് എടുത്തത് ആരുടെ ഐഡിയ ആയിരുന്നു? അതൊക്കെ ഞാൻ ഇപ്പോഴും ഷോക്കിലാണ് ഷീന ചേച്ചിയുടെ പെർഫോമൻസിൽ. അതുകൊണ്ടാണ് സന്തോഷം, ഭയങ്കര സന്തോഷം. ഷീന ചേച്ചി, ഒരു ഹഗ് വേണം. എല്ലാവരും നിൽക്കുന്ന ഈ ഒരു സന്തോഷവേളയിൽ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ അടുത്ത എപ്പിസോഡ് നമ്മൾ കണ്ടുമുട്ടും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും.